വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ, എൻ്റെ ഹെയർ കെയർ റുട്ടീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഹെയർ കെയർ റുട്ടീനാണ്. ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഹെയർ ഓയിലിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ഹെയർ സ്റ്റൈൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ മിനി വ്ളോഗ്സ് ഒക്കെ ഇടുമ്പം കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറില്ല കേട്ടോ. ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഹെയർ ഓയിലിംഗ് ചെയ്യാം. ഹെയർ ഓയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിലോട്ട് ആണ് എൻ്റെ സ്പ്രേ ബോട്ടിൽ. ഞാൻ കുറച്ച് എൻ്റെ ഓയിൽസൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പം അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് തൊട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഞാൻ എപ്പോഴാണോ എൻ്റെ തലമുടി ഞാൻ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയ അപ്പോൾ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നമ്മുടെ പാരച്യൂട്ടിൻ്റെ പ്യുവർ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് കുറച്ച് ഈ ഒരു ബോട്ടിലിൽ ഇത്രയും ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ, എല്ലാം കൂടെ കൂടിയിട്ട്. അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇത് ഞാൻ കുറച്ച് ഒഴിക്കും, പാരച്യൂട്ടിൻ്റെ പ്യുവർ കോക്കനട്ട് ഓയിൽ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു പാരച്യൂട്ടിൻ്റെ, ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്, പാരച്യൂട്ടിൻ്റെ അഡ്വാൻസ്ഡ് അലോവേറ എൻറിച്ച്ഡ് കോക്കനട്ട് ഹെയർ ഓയിൽ. ഇതും നാട്ടിൽ വെച്ചിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ ഞാൻ ഇത് മേടിക്കുന്നത് നമ്മുടെ കേരള സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം മേടിച്ച് ഞാൻ ആമസോണിൽ നിന്നാട്ടോ. നമ്മുടെ ആമസോണിലും ഈ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതും ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യുന്നത്. ഇതും പണ്ട് തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അത് നമ്മുടെ കാസ്റ്റർ ഓയിൽ. എന്ന് യൂസ് ചെയ്ത് തുടങ്ങിയോ അന്ന് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ കാസ്റ്റർ ഓയിൽ. ഇതും ഈ പ്രാവശ്യം ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. എൻ്റെ നാട്ടിൽ നിന്ന് നമ്മുടെ ഈ ആയുർവേദശാല എന്നൊക്കെ ആയിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു വലിയ കുപ്പി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ നാട്ടിലൊന്നും പോകാതിരുന്നതുകൊണ്ട് ഞാനിവിടെ ആമസോണിൽ നോക്കിയപ്പം ഈ ഒരു പ്യുവർ കാസ്റ്റർ ഓയിൽ കണ്ടു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വിന്നേഴ്സിലൊക്കെ പോകുമ്പോൾ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കാസ്റ്റർ ഓയിൽ. അപ്പോൾ അതും നല്ലതെന്ന് തോന്നുന്നു, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് അത് യൂസ് ചെയ്ത് നോക്കണം. അതും പ്യുവർ കാസ്റ്റർ ഓയിൽ തന്നെയാണ്. പിന്നെ ഈ കാസ്റ്റർ ഓയിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം പറയാനുള്ളത്, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എൻ്റെ മുടി സ്ട്രെയിറ്റ് ഹെയർ ആണോ അതോ കേളി ഹെയർ ആണോ എന്ന്. ഞാൻ എൻ്റെ പല വീഡിയോസിലും ചിലപ്പോൾ എൻ്റെ കേളി ഹെയർ ആണ്, ചിലപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ഹെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി ശരിക്കും നല്ല കേളി ഹെയർ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഇവിടെ കാണാൻ പറ്റും, ഇതുണ്ട്, എൻ്റെ നല്ല കേളി ഹെയർ ആണ്. അപ്പോൾ ഞാൻ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് സ്റ്റൈല് ചെയ്ത് ഇടുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പം, ഒരു റീൽ ഇട്ടപ്പം, ഞാനിങ്ങനെ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മുടി കേൾ ആയിട്ടാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഹോട്ട് എയർ ബ്രഷ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയി. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു എനിക്ക് കേളി ഹെയർ ആയിരുന്നു നല്ലത്, സ്ട്രെയിറ്റ് ആക്കണ്ടായിരുന്നു എന്നൊക്കെ. എൻ്റെ ഹെയർ നല്ല കേളി ഹെയർ ആണ് കേട്ടോ. അപ്പം ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 70% ഡ്രൈ ആയിട്ടിരിക്കുമ്പം കാണാൻ, 70% അല്ല, ഒരു 50% ഡ്രൈ ആയിട്ടിരിക്കുമ്പം എൻ്റെ ആ ഒരു കേളി ഹെയർ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും.
പിന്നെ അത് ഡ്രൈ ആയി കഴിയുമ്പം എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് പൊങ്ങി വരും, ആ കേൾസൊക്കെ പോകും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ എനിക്ക് മാനേജ് ചെയ്യാനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ് എനിക്ക് പൊതുവെ ഇഷ്ടം. പക്ഷേ കുറേ പേര് എൻ്റെ ഹെയർ കണ്ടിട്ട് കേളി ഹെയർ ആണ് ഇഷ്ടം എന്ന് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് മാനേജ് ചെയ്യാനും എനിക്ക് എന്നെ കാണാനും എനിക്കിഷ്ടം സ്ട്രെയിറ്റ് ഹെയറിലാണ്. പിന്നെ ഒരു കാര്യം മറന്നു കേട്ടോ, ഞാൻ ചില സമയത്ത് എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും, ഭയങ്കര ഇച്ചിനെസ് ഒക്കെ ഉള്ള പോലെ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഷിയ മോയ്സ്ചറിൻ്റെ പ്രീ വാഷ് മാസ്ക്. ഇപ്പം ഈ ഹെയർ ഓയിൽ ചെയ്യുന്നതിന് മുന്നേ ഒരു 15 to 30 മിനിറ്റ്സ് മുന്നേ ഞാൻ ഈ ഒരു മാസ്ക് ഇട്ട് വെക്കും ഹെയറിൽ. ഇത് ജസ്റ്റ് ഇതുപോലത്തെ ഒരു ക്രീമി ടെക്സ്ചറാണ്. ഇത് ജസ്റ്റ് സ്കാൽപ്പിലോട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റും ആണ്, നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിത് ചെയ്യണില്ല, കാരണം എൻ്റെ സ്കാൽപ്പ് എനിക്ക് അത്ര ഡ്രൈ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം അടിപൊളി സാധനമാണ്, ഷിയ മോയ്സ്ചറിൻ്റെ അലോയ് ബട്ടർ സ്കാൽപ്പ് മോയ്സ്ചർ പ്രീ വാഷ് മാസ്ക്. ഈ സാധനം അടിപൊളിയാണ്. ഞാൻ ഇതിപ്പോൾ ഒന്ന് മൈക്രോവേവിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ ഇവിടുത്തെ വെതർ കാരണം ഈ ഓയിൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുത്താലാണ് കേട്ടോ ഇതൊന്ന് ഉരുകുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇത്തിരിയാണ് ഓൾറെഡി ഇതിനകത്ത് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് ഒഴിക്കുന്നത്. പിന്നെ ഈ അലോവേറ ഓയിലും കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്യും. കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ഓക്കെ. പിന്നെ ഈ കാസ്റ്റർ ഓയിൽ ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊരു ഇത്തിരി ഒഴിക്കുള്ളൂ. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഒരു ഇത്തിരി ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ തലയിൽ ഭയങ്കരമായിട്ട് ഒട്ടും. അപ്പോൾ ഒരു ഇത്തിരി കാസ്റ്റർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നന്നായിട്ട് മുടിയിലോട്ട് നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കും. എൻ്റെ മുടി ഒന്ന് ട്രിം ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ച് അധികം നാളായി ട്രിം ചെയ്തിട്ട്. ഇവിടെ എനിക്ക് അനീഷാണ് എൻ്റെ മുടിയിൽ ജസ്റ്റ് അടിയിൽ ഞാൻ പറയുമ്പോൾ ഒന്ന് ട്രിം ചെയ്യാറുള്ളത്. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം ഒന്ന് സലൂണിൽ പോയിട്ട് എന്തെങ്കിലും കട്ട്, അതായത് വല്ല ലോങ് ലെയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യാതിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി. ഞാൻ ഹെയറിൽ നന്നായിട്ട് ഓയിൽ തേച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു മാക്സിമം 1 hour വരെ അങ്ങനെ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇടാറുള്ളത്. അപ്പം ഞാൻ ഫുൾ ഹെയർ ഓയിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹെയർ നന്നായിട്ട് ഓയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ താഴെ വരെ ഹെയർ നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്ലിപ്പിട്ട് വെക്കും കേട്ടോ. ഇനിയിപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ എൻ്റെ ഇപ്പോൾ ഹെയർ ഓയിൽ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആയിട്ടോ. ഞാൻ ചിലപ്പോൾ ഒരു 1 hour ഒക്കെ വയ്ക്കാറുണ്ട്. ഇപ്പം ടൈം ഇല്ലെങ്കിൽ ഞാൻ ഒരു 30 മിനിറ്റ്സ് ഒക്കെ വയ്ക്കാറുള്ളൂ. അപ്പോൾ ഇനി ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യാൻ നേരത്തെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ കണ്ടീഷണർ പ്രൊഡക്ട്സ് ഒക്കെ എന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഷാമ്പൂ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ലുസെറ്റ, ഇങ്ങനെയാണ് ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഈ ഒരു ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ വിന്നേഴ്സിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബോഡി ഷോപ്പിൻ്റെ ഷിയ ഷാമ്പൂ കണ്ടീഷണറും ആയിരുന്നു കേട്ടോ. അപ്പം അത് റീഫിൽ ചെയ്യുന്ന ബോട്ടിലായിരുന്നു. അപ്പം ഞാൻ
അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ റീസെൻ്റ്ലി വിന്നേഴ്സിൽ നിന്ന് മേടിച്ചതാണ് ബ്രാൻഡിൻ്റെ ബയോട്ടിൻ ആൻഡ് കൊളാജൻ ഷാംപൂ. ഇത് നല്ല റിവ്യൂ കേട്ടതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഷാംപൂവും ഈ സെയിം ഇതിൻ്റെ തന്നെ കണ്ടീഷണർ ആണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ബോഡി ഷോപ്പിൻ്റെ റീഫിൽ ബോട്ടിലോട്ട് ഇത് ഫില്ല് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ ഷാംപൂവും കണ്ടീഷണറും ചെയ്യുമ്പം വീക്ക്ലി വൺസ് ഞാൻ മാസ്ക് ഇടാറുണ്ട് കേട്ടോ. ഇതിപ്പം എൻ്റെ കയ്യിൽ മാസ്ക് തീർന്നു പോയി. ഇതിപ്പം ഞാൻ മുമ്പ് കാണിച്ചു തന്ന ഷിയ മോയ്സ്ചറിൻ്റെ പ്രീ വാഷ് മാസ്ക് ആണ്. അപ്പം ഇതുപോലത്തെ തന്നെ വേറൊരു ബോട്ടിൽ അതിൻ്റെ ഹെയർ മാസ്കും യൂസ് ചെയ്യാറുണ്ട്. അത് ഒരു വീക്ക്ലി വൺസ് ഉപയോഗിക്കാറുണ്ട്. അപ്പം കഴിഞ്ഞ വീക്ക് അത് തീർന്നു പോയി, അത് മേടിച്ചിട്ടില്ല. അപ്പോൾ അതും ഞാൻ വീക്ക്ലി യൂസ് ചെയ്യാറുണ്ട്. അത് ഷിയ മോയ്സ്ചറിൻ്റെ ആണ് യൂസ് ചെയ്യാറ്, അലോയ് ബട്ടറിൻ്റെ തന്നെ മാസ്ക്. അപ്പം ഇതെല്ലാം ഇട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് കാണാം. ഒരു കാര്യം, ഇതൊരു സ്കാൽപ്പ് മസാജറാണ് കേട്ടോ. ഇത് ഞാൻ ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഷാംപൂ ചെയ്തിട്ട് ഇതിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകും. ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേ ഞാൻ ഹെയർ വാഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തലയിൽ മൈക്രോ ഫൈബറിൻ്റെ ഒരു ടവലാണ് കേട്ടോ കെട്ടി വെച്ചേക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് നമ്മുടെ ഹെയർ ഡ്രൈ ആക്കും. ഒരു 50 to 70% ഹെയർ ഡ്രൈ ആക്കും കേട്ടോ. ഈ ഒരു ടവൽ നല്ലതാണ് ഹെയറിന്. അപ്പോൾ ഇനി ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നേരത്ത് കാണാം. യെസ്, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഈ ടവൽ മാത്രം ഞാൻ വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും ഡ്രൈ ആയത്. ഒരു 70%ഓളം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ മുടിയുടെ ഒറിജിനൽ ടെക്സ്ചർ. ഇങ്ങനെ കേളി ഹെയർ ആണ്. ഇപ്പം ഇതൊരു 70% ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ കാണാൻ നല്ലൊരു കേൾസ് ഉള്ളതുപോലെ തോന്നുന്നത്. പക്ഷെ ഇത് ഫുള്ളി ഡ്രൈ ആയി കഴിയുമ്പം ഇത് ഭയങ്കരമായിട്ട് പറന്നിരിക്കും, ഒരു ഭംഗിയില്ല കാണാൻ. ഞാൻ കുറേ കേളി ഗേൾ മെത്തേഡൊക്കെ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ എനിക്ക് മാനേജ് ചെയ്യാനും എനിക്ക് എന്നെ കാണാൻ ഇഷ്ടവും സ്ട്രെയിറ്റ് ഹെയറിലാണ്. അപ്പോൾ ഞാൻ സ്റ്റൈൽ ചെയ്തിടാറുണ്ട്. ഇതെപ്പോഴും ചെയ്യാറില്ല, പുറത്ത് പോകുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ ഹെയറിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ റെവലോണിൻ്റെ ഹോട്ട് എയർ ബ്രഷ്. ഇത് ഞാൻ റീസെൻ്റ്ലി മേടിച്ചതാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ നേരത്തെ എൻ്റെ ഹെയർ ഒന്ന് ഡ്രയർ വെച്ച് ഡ്രൈ ചെയ്തിട്ട് സ്ട്രെയിറ്റ്നർ വെച്ചിട്ടോ കേളറൊക്കെ വെച്ചിട്ടായിരുന്നു സ്റ്റൈൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ റെവലോണിൻ്റെ ഈ ഹോട്ട് എയർ ബ്രഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഹെയർ നല്ല അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത്, അതും പക്ക സ്ട്രെയിറ്റ് അല്ല, ഒന്ന് ഒരു വേവി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ മുടി ഒന്ന് പാർട്ടീഷൻ ചെയ്ത് കുറച്ച് മുടി എടുത്ത് ഞാൻ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആദ്യം അടിക്കും കേട്ടോ. ഇതൊരു ലോറിയലിൻ്റെ ഡ്രീം ലെങ്ത് പ്രീ അയൺ സ്പ്രേ ആണ്. അപ്പോൾ ഇത് എടുത്ത് ഇത് ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട് കേട്ടോ, കൂള്, ലോയ്, ഹൈ. അപ്പം ഞാൻ ഹൈയിലിട്ടിട്ടാണ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ആക്ച്വൽ മെത്തേഡ് ഇങ്ങനെയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ, ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് അടിയിലൊന്നിങ്ങനെ കേൾ ചെയ്തിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു വേവി ഒരു ടെക്സ്ചർ കിട്ടും, ഫുള്ളി സ്ട്രെയിറ്റ് ആവാതെ. പിന്നെ ചെയ്യുന്നതും ഏകദേശം ഞാൻ എൻ്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇനി ഞാനിത് മൊത്തം ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ ഫുൾ ഹെയർ ഞാൻ ഒന്ന് ബ്രഷ് ചെയ്ത് സ്റ്റൈൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് ഒരു സെറം കൂടെ അപ്ലൈ ചെയ്യും കേട്ടോ. ഇത് ലോറിയലിൻ്റെ തന്നെയാണ്, ഗ്ലൈക്കോളിക് ഗ്ലോസ് ലീവിൻ സെറം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.